അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുന്ന സമയത്ത് ആ ഫാത്തിഹയുടെ ഉദ്ദേശം ചെറിയ രൂപത്തിൽ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. അഥവാ ഫാത്തിഹയിൽ പറയുന്നത് നിസ്കാരത്തിലെ മറ്റു സമയങ്ങളിൽ പറയുന്നതുമായ മന്ത്രങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കിയാൽ നമുക്കൊരു പരിധിവരെ ഒരു മനസ്സാന്നിധ്യം ലഭിക്കാൻ സഹായിക്കും. നമ്മൾ ഫാത്തിഹയുടെ 7 വചനങ്ങളുടെ ഉദ്ദേശമാണ് പറയുന്നത്. ഫാത്തിഹ തുടങ്ങുന്നത് തിരുനബി തങ്ങൾ പഠിപ്പിച്ചു, ഇദാ ഖറഅ്തൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ അഊദു അല്ലാഹുവിനോട് കാവൽ. പ്രത്യേകിച്ചും നിസ്കാരത്തിൽ അഊദു ഓതി അഥവാ പിശാചിനെ തൊട്ട് പിശാചിൻ്റെ സാമീപ്യത്തെ തൊട്ട് കാവലിനെ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ നിസ്കാരം തുടങ്ങുന്നതെങ്കിൽ നമുക്ക് ആ നിസ്കാരത്തിൽ പിശാചിൻ്റെ ശല്യം കുറഞ്ഞു കിട്ടും. നിസ്കാരത്തിന് നമ്മൾ നിയ്യത്ത് വെച്ച് കൈകെട്ടി കഴിഞ്ഞാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഒരു 3 വട്ടം ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ നമുക്ക് ആ നിസ്കാരത്തിൽ പിശാചിൻ്റെ ശല്യം എന്ന് പറയുന്നത് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, മനുഷ്യൻ്റെ മനസ്സിൽ അത് വസ്വാസുകളുണ്ടാകും എന്നാണ് ഖുർആൻ പിശാചിനെ സംബന്ധിച്ചുള്ളത്. നമ്മുടെ മനസ്സിനകത്ത് ശരീരത്തിലെ നരമ്പിലൂടെ രക്തത്തിലൂടെ സഞ്ചരിക്കാൻ കഴിവുണ്ടെന്നാണ് പിശാചിനെ സംബന്ധിച്ച് തിരുനബി തങ്ങൾ പഠിപ്പിച്ചത്. ആ പിശാച് നമ്മുടെ നിസ്കാരത്തിൽ നമ്മുടെ മനസ്സിൽ വന്നു നിന്ന് പാമ്പ് അതിൻ്റെ മാളത്തിൽ നിന്ന് നോക്കുന്നത് പോലെ നമ്മെ മനസ്സ് കൊണ്ട് അത് ശല്യപ്പെടുത്തിയിട്ട് നമ്മുടെ ചിന്തകളെ പല ഭാഗത്തേക്കും തെറ്റിച്ചു പോയി. അപ്പം ഇതിന് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കാൻ തിരുനബി തങ്ങൾ പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എറിഞ്ഞോടിക്കപ്പെട്ടവനായ പിശാചിൻ്റെ ശരണ തൊട്ട് അള്ളാഹുവെ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നുവെന്ന് ആത്മാർത്ഥമായിട്ടൊരു 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ, അല്ലെങ്കിൽ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ, ഖുർആനിൽ തന്നെയുള്ള ഒരു സൂറത്തിൽ ഉള്ള 2 ആയത്തുകളാണ്. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വ അഊദു ബിക റബ്ബി. ഈ ആയത്ത് അഊദു ഓതിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ നിസ്കാരത്തിൽ തുടങ്ങുന്ന ഫാത്തിഹയിലെ ആദ്യത്തെ വചനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യകനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങും. നിസ്കാരത്തിൻ്റെ പ്രധാനമായ ഒരു ഘട്ടം തുടങ്ങുകയാണ്. അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അടുത്തത് ആ അള്ളാഹുവിന് സ്തുതിയാണ്. അൽഹംദു സർവസ്തുതിയും ലില്ലാഹി അള്ളാഹുവിന്, റബ്ബിൽ ആലമീൻ സർവ ലോകങ്ങളുടെയും രക്ഷിതാവ്. മനുഷ്യലോകം, ജന്തുലോകം, അതുപോലെ മറ്റു ഏതൊക്കെ ലോകങ്ങളുണ്ടോ ആ ലോകങ്ങളുടെ എല്ലാം രക്ഷിതാവ് അവനാണ്. അടുത്ത 3-ാമത്തെ വചനം അർ റഹ്മാനിർ റഹീം, വീണ്ടും അവൻ്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയാണ്. അർ റഹ്മാൻ കാരുണ്യകൻ എന്ന് വെച്ചാൽ, ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ, ഈ ലോകത്ത് അവനെ ധിക്കരിച്ചവനും അവനെ സ്വീകരിച്ചവനും എല്ലാവർക്കും അവൻ ഈ ലോകത്ത് ഗുണം ചെയ്യും. അർ റഹീം, ഈ ലോകത്ത് അവനെ ധിക്കരിക്കാതെ അവന് നിസ്കരിച്ചവൻ, അവനെ അംഗീകരിച്ചവനെ നാളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അവനാണ് അവൻ. അടുത്ത വചനം മാലിക് യൗമിദ്ദീൻ, അന്ത്യനാളിൻ്റെ ഉടമസ്ഥൻ. അഥവാ ഈ ലോകത്തിൽ നിന്ന് മനുഷ്യരെല്ലാവരും യാത്ര പറഞ്ഞു കഴിയുന്ന ഒരു നാളും
അത് കഴിഞ്ഞ് മഹ്ശറ എന്ന് പറയുന്ന ഈ ലോകത്തെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിവസം. ആ ദിവസം മറ്റാർക്കും ഒരധികാരവുമില്ലാത്ത ദിവസത്തെ അധികാരം അവനാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ ആരാധിക്കുന്നു, നിനക്ക് മാത്രമാണ് ആരാധന. വ ഇയ്യാക നസ്തഈൻ, നിന്നോടാണ് എല്ലാ സഹായങ്ങളും ചോദിക്കുന്നത്, നിന്നോടാണ് സഹായങ്ങൾ തേടുന്നത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അടുത്തത് നമുക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ, നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ വഴി നടത്തേണം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ് ആ വഴി. ഗൈറുൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപം കൊണ്ട് നശിച്ചുപോയ പല മുൻകാല സമൂഹങ്ങളുണ്ടായി, അവരുടെ പോലെയല്ല. വലദ്ദാല്ലീൻ, അതുപോലെ നിന്നെ സ്വീകരിച്ചതിന് ശേഷം പിഴച്ചുപോയ ആളുകൾ, അവരുടെ കൂട്ടയും അല്ല, അവരുടെ വഴിയിലുമല്ല. നേരായ വഴിയിൽ നിന്നെ അംഗീകരിച്ചുകൊണ്ട് നിന്റെ കോപത്തിൽപ്പെടാതെ വഴി പിഴക്കാതെ യഥാർത്ഥമായ നിന്റെ സത്യമായ പാതയിൽ എന്നെ നീ കൊണ്ടുപോകണമേ എന്ന് ആണ് ആ പ്രാർത്ഥന. അതിനാണ് ആമീൻ എന്ന് പറയുന്നത്. അതിൽ പുരുഷന്മാർ ഇമാമും ജമാഅത്തായിട്ട് മഅ്മൂമുമായിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമ് ആമീൻ പറയുന്നതിനോട് കൂടെ മാത്രമേ മഅ്മൂമും ആമീൻ പറയൂ. ചിലർ ഇമാമ് വലദ്ദാല്ലീൻ എന്ന് പറയുമ്പോഴേക്കും പിറകിൽ നിന്ന് ആമീൻ എന്ന് പറയാം. ആ സമയത്ത് ഇമാമ് ആമീൻ പറയുന്നതോടുകൂടെ മഅ്മൂമീങ്ങൾ ആമീൻ പറയുകയാണെങ്കിൽ അവിടെ മലക്കുകളും ആമീൻ പറയുമെന്ന് തിരുനബിതങ്ങൾ പഠിപ്പിച്ചു. മലക്കുകളുടെ ആമീൻ അള്ളാഹു കബൂൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കും. ഇത് വളരെയേറെ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യമാണ്. അള്ളാഹു നമുക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് അത് ചിന്തിച്ച് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.